സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. പെഷാവാരി ചിക്കൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. 5 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ഉള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഈ ഉള്ളി തണുത്തതിന് ശേഷം ഇത് ഗ്രൈൻഡറിലേക്ക് ഇടുക. ഇതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളകും കൂടി ചേർത്തിട്ട് വളരെ സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കൊരു കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു 900 ഗ്രാം ചിക്കനാണ് ഞാൻ ഇടുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു വിസിലടിക്കുന്ന വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെക്കുക. ഞാനിവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ 3-4 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേനും ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ചെറിയ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ 5 സ്ലൈസ് ലെമൺ ഇട്ട് കൊടുക്കുക. 2 ഗ്രീൻ ചില്ലി ചേർക്കുക. 2 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പാത്രം മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 8 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പെഷാവാരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.